ഇടുക്കി കട്ടപ്പന തെവരയാറിൽ നിന്നും ഏലക്ക കടത്തിയ കുപ്രസിദ്ധ മോഷ്ടാക്കളായ അച്ഛനെയും മകനെയും കട്ടപ്പന പോലീസ് പിടികൂടി. പ്രതികളെ നെടുങ്കണ്ടത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം ദേവികുളം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഭവനഭേദന കേസുകളിലും വാഹനമോഷണങ്ങളിലും പ്രതിയായ കാമാക്ഷി വലിയപറമ്പിൽ വീട്ടിൽ കാമാക്ഷി എസ് എന്നറിയപ്പെടുന്ന ബിജു, മകൻ ബിബിൻ ബിജു എന്നിവരെയാണ് കട്ടപ്പന പോലീസ് പിടികൂടിയത്. കട്ടപ്പന തേവരയാറിൽ പള്ളിക്കെതിർവശത്ത് പ്രവർത്തിക്കുന്ന വീടോടുകൂടിയ സ്റ്റോറിൽ നിന്നാണ് കഴിഞ്ഞ മാസം 29-ാം തീയതി രാത്രിയിൽ 220 കിലോയോളം വരുന്ന പച്ച ഏലയ്ക്ക അച്ഛനും മകനും കൂടി മോഷ്ടിച്ചത്. ഈ ഏലയ്ക്ക പിറ്റേന്ന് 30-ാം തീയതി പരിചയക്കാരനായ കൗമാരക്കാരന്റെ സഹായത്തോടെ രാവിലെ 9 മണിക്ക് ശേഷം നെടുങ്കണ്ടത്തെ മലഞ്ചരക്ക് വ്യാപാര കേന്ദ്രത്തിലെത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു. കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോഹന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷണത്തിനൊടുവിൽ പ്രതികളെ പിടികൂടിയത്. മോഷണം നടത്തി കിട്ടുന്ന തുക കൊണ്ട് ആഡംബര വാഹനങ്ങളും വസ്തുവകകളും വാങ്ങി കൂട്ടുന്ന ബിജുവിന്റെ പേരിൽ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളുമായി 500ഓളം മോഷണ കേസുകളുണ്ട്. വിവിധ കേസുകളിലായി 15 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പീരുമേട് ജയിലിൽ കഴിഞ്ഞു വന്നിരുന്ന ബിജുവിനെ 2023 ഫെബ്രുവരിയിൽ കാപ്പ ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. പോലീസിനെ ആക്രമിച്ച 3ഓളം കേസുകളിലെ പ്രതിയായ ബിജുവിനെ പിടികൂടുവാനെത്തുന്ന പോലീസിൽ നിന്ന് രക്ഷപ്പെടുവാൻ വീടിന് ചുറ്റും നായ്ക്കളെ അഴിച്ചുവിട്ടിരുന്നു. സാക്ഷി പറയുന്നവരെയും ബിജുവിനെ കുറിച്ച് വിവരങ്ങൾ അറിയിക്കുന്നവരെയും ആക്രമിക്കുന്ന രീതിയുമുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.